പ്രണയവും കുടുംബ ബന്ധങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒത്തുചേരുന്ന നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാപ്പച്ചൻ ചേട്ടൻ്റെ വേർപാടിൽ വേദനയിൽ മുങ്ങിയിരിക്കുന്ന കൊച്ചുമറ്റത്തിൽ കുടുംബം. അതിനിടയിൽ ജിമ്മിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നുവരുന്ന ജൂലിയുടെ സാന്നിധ്യം. പ്രതീക്ഷകൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമിടയിലെ ഈ യാത്രയുടെ 47-ാം ഭാഗം നമുക്ക് കേൾക്കാം. പാപ്പച്ചൻ ചേട്ടൻ്റെ മരണം സ്ഥിരീകരിച്ച വിവരമാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ ആ ഏപ്രിൽ മാസം 16-ാം തീയതി തിങ്കളാഴ്ച കൊച്ചുമറ്റത്തിൽ പാപ്പച്ചൻ ചേട്ടൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. എല്ലാവരും ഇവിടെ നിന്നും മരിച്ചു പോകേണ്ടതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഒരു മരണം നടക്കുമ്പോൾ ആദ്യം ഒരു ഞെട്ടലും പിന്നെ വല്ലാത്ത വിങ്ങലുമാണ്. ഒരാളുടെ മരണം പിന്നെയും ഇവിടെ ജീവിക്കുന്നവർക്ക് നഷ്ടമാണ്. ആ നഷ്ടം അഭിമുഖീകരിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ആ കാര്യത്തിൽ ദുഃഖം മുഴുവൻ കരഞ്ഞു തീർക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർ കരയരുത് എന്ന് ആര് പറഞ്ഞതാണ് എന്നറിയില്ല. അതുകൊണ്ടാകാം പുരുഷന്മാർ അങ്ങനെയൊന്നും കരയാറില്ല. അവരതൊക്കെ ഒരു തേങ്ങലിൽ ഒതുക്കും. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് മുക്തരായ സോജനും ജിമ്മിയും അടുത്ത നടപടികളിലേക്ക് കടന്നു. മരുമകനായ ജിമ്മിയാണ് അനന്തര നടപടികളിൽ മുന്നിൽ നിന്നത്. ഉടൻ തന്നെ ബന്ധുക്കളുടെയും ഇടവക വികാരിയുടെയും ഫോണുകളിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. ഇടവകയിൽ അറിയിച്ചാൽ അവിടുന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചോളും. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്നും ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് എത്രയും വേഗം ചേട്ടൻ്റെ ശരീരം വീട്ടിലേക്ക് എത്തിക്കാനുമാണ് വികാരി അച്ഛൻ പറഞ്ഞത്. അതിൻ പ്രകാരം കാര്യങ്ങളെല്ലാം നീക്കി. മാമ്മി അമ്മായിയും അന്നമ്മ ചേട്ടത്തിയും ഭയങ്കര കരച്ചിലായിരുന്നു. അവരെ കരയാൻ വിട്ടിട്ട് ജിമ്മിയും സോജനും കൂടി എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചമ്മാവനും സ്ഥലത്തെത്തി. ആദ്യത്തെ ഒരു ചെറിയ തേങ്ങൽ മാത്രമേ കൊച്ചമ്മാവന് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും എല്ലാ കാര്യങ്ങൾക്കും പിള്ളേരുടെ ഒപ്പം ചേർന്നു. അതോടെ അനന്തര കാര്യങ്ങൾക്ക് ഒരു ക്രമം വന്നു. എന്തൊക്കെ ആദ്യം ചെയ്യണം, എന്തൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ കഴിയും എന്നൊക്കെ അമ്മാവൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. മലബാറിൽ നിന്നുള്ള ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം പങ്കെടുക്കാനുള്ള സൗകര്യാർത്ഥം 17-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ശവമടക്ക് തീരുമാനിച്ചു. അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മൊബൈൽ ഫ്രീസറിലേക്ക് ബോഡി മാറ്റി. പിന്നെ ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നില്ല. എത്രയും വേഗം കൊച്ചുമറ്റത്തിൽ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു. മൃതദേഹം വീട്ടിൽ നേരത്തോട് നേരത്തിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ട്. മൃതദേഹം വീട്ടിലെത്തുന്നതിന് മുൻപായി തന്നെ അവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി. അതിനൊക്കെ പ്രധാനമായും നാട്ടുകാരുടെ സഹകരണമാണ് ഉണ്ടായിരുന്നത്. അറിയിച്ച ഉടൻ തന്നെ പുറപ്പെട്ടതുകൊണ്ട് ബന്ധുക്കളായുള്ളവർ എല്ലാം തന്നെ തിങ്കളാഴ്ച രാത്രിയോടുകൂടി എത്തിച്ചേർന്നു. അകലെ നിന്നൊക്കെ വന്നവർ ക്ഷീണിതരായിരുന്നു. പല സമയങ്ങളിലായി വന്ന അവർക്ക് താമസത്തിനായി അടുത്ത വീടുകളിലും സൗകര്യമാക്കി. അതൊക്കെ അയൽക്കാർ മനസ്സറിഞ്ഞ് സഹകരിച്ചു കൊടുത്തു. കുറേ പേർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയതും ആ ദിവസങ്ങളിലെ ഭക്ഷണമുണ്ടാക്കിയതും
ജൂലിയുടെ വീട്ടിലാണ്. മരണം നടന്ന വീട്ടിൽ അടക്ക് കഴിയുവോളമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും ജിമ്മിയും പല തവണയായി ആ വീട്ടിൽ പോകേണ്ടതായി വന്നു. കാണരുതെന്ന് ആശിച്ചെങ്കിലും 2 തവണ ജൂലിയെ കാണുകയും ചെയ്തു. അങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ആലോചന നടന്ന ഭാവം പോലും ഇല്ലാതെയാണ് അന്ന് ആദ്യമൊക്കെ അവൾ പെരുമാറിയത്. പക്ഷേ അവൾ മറന്നതായിരിക്കുമോ? തിങ്കളാഴ്ച വൈകുന്നേരം അത്താഴം കഴിക്കാൻ പോയത് സോജനും ജിമ്മിയും ഒരുമിച്ചാണ്. സോജൻ നേരെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവൻ മിക്കവാറും പോകാറുള്ള വീടാണല്ലോ അത്. എന്നാൽ ജിമ്മിക്ക് അങ്ങനെയല്ല. ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് എവിടെ എന്ന് പോലും ജിമ്മിക്കറിയില്ല. അതുകൊണ്ട് ജിമ്മി ഹാളിലിരുന്നു. അപ്പോൾ ജൂലി അങ്ങോട്ട് ഇറങ്ങി വന്നു. വീടിനുള്ളിലേക്ക് കയറി വരാതെ അവിടെ ഇരുന്നതെന്താ ജിമ്മി സാറേ? അകത്താണെന്നേ ഭക്ഷണം വിളമ്പിയിരിക്കുന്നത്. കൈ കഴുകി വന്ന് കഴിച്ചാട്ടെ. അകത്തെ സിങ്കിൽ കൈ കഴുകാം. കയറിപ്പോരെന്നേ. പരിചയമില്ലാത്ത വീടായതുകൊണ്ട് ഇരുന്നു എന്നേ ഉള്ളൂ. എവിടെയാണ് ഭക്ഷണം വിളമ്പിയത് എന്ന് പിടികിട്ടിയതുമില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നു. സോജൻ ഇറങ്ങി വന്നിട്ട് അവനോടൊപ്പം കയറി വന്ന് കഴിക്കാം എന്നാണ് വിചാരിച്ചത്. എന്നെ നേരത്തെ പരിചയമുണ്ടായിരുന്നല്ലോ. നമ്മൾ കുറേ നേരം സംസാരിച്ചതുമല്ലേ. അതുകൊണ്ട് മടിക്കാതെ കയറി വരാമായിരുന്നു. ജൂലിയുടെ വീടായിരുന്നു ഇതെന്ന വിവരം പോലും എനിക്കറിയില്ലായിരുന്നല്ലോ. അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നത് ശരിയാണ്. എങ്കിലും ഞാനത് മറന്നുപോയിരുന്നു. എന്നെ മറന്നതുപോലെ തന്നെ എൻ്റെ വീടും മറന്നു. സാരമില്ല, മറവി ചിലർക്ക് അനുഗ്രഹമാണ്. ഏതായാലും ഞാൻ മറന്നില്ല, മറക്കുകയുമില്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തായിരിക്കുമോ ആവോ? ജിമ്മി ഒന്ന് ആലോചിച്ചു. ഞാൻ ജോലിയിൽ കയറി കേട്ടോ. കഴിഞ്ഞ വർഷം പകുതിയായപ്പോഴേക്കും അവിടെ ഒരു പോസ്റ്റ് ഒഴിവ് വന്നു. അന്ന് മുതൽ ഞാൻ അവിടുത്തെ അധ്യാപികയായി. അത് സന്തോഷമായി. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ അധ്യാപനമൊക്കെ? നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? നല്ല ഒരു ടീച്ചർ കുട്ടികൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അന്നത്തെ എൻ്റെ അപേക്ഷ യാതൊരു പരിഗണനയുമില്ലാതെ തള്ളിക്കളഞ്ഞതല്ലേ? എഴുത്തു പരീക്ഷയ്ക്കോ ഇൻ്റർവ്യൂവിനോ എങ്കിലും എന്നെ വിളിക്കാമായിരുന്നു. അന്നേരത്തെ സാഹചര്യത്തിൽ അത് തോന്നിയില്ല എന്നതാണ് സത്യം. പിന്നെ ഏത് കാര്യവും അധികം നീട്ടിക്കൊണ്ടു പോകാതെ തീരുമാനമെടുക്കുക എന്നതാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരാളെ പ്രതീക്ഷ നൽകി കാത്തിരുത്തുന്നതിനേക്കാൾ ഭേദമല്ലേ അപ്പോൾ തന്നെ കാര്യം പറഞ്ഞേക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞ് സ്നേഹപൂർവം അയാളെ മാറ്റി നിർത്തുന്നതാണല്ലോ നല്ലത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും വിവരങ്ങളുമെല്ലാം സാറ് പോകുന്നതിന് മുൻപ് ഞാൻ തന്നേക്കാം. ഏതെങ്കിലും കാരണവശാൽ അനുകൂലമായി ചിന്തിക്കണമെന്ന് തോന്നിയാലോ? അന്നേരം അറിയിക്കാമല്ലോ. ഊണ് കഴിക്കാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ജിമ്മിക്ക് തോന്നി. ഇനി ഏതായാലും അവൾ തന്ന അഡ്രസ്സ് വാങ്ങി തൽക്കാലത്തേക്ക് പോക്കറ്റിലിടാം. ജൂലി അഡ്രസ്സും നമ്പറും പെട്ടെന്ന് എഴുതി കൊണ്ടുവന്ന് കൊടുത്തു. ജിമ്മിയും സോജനും ഭക്ഷണം കഴിച്ച് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങിപ്പോന്നു. പലരും രാത്രിയിൽ ഉറങ്ങാൻ അവരുടെ വിശാലമായ ബംഗ്ലാവിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ജിമ്മിയെ വിളിച്ചെങ്കിലും അവൻ പോയില്ല. അവൻ ഉറങ്ങാൻ വീടിനുള്ളിൽ ഒരു ചെറിയ സ്ഥലം സുലു പറഞ്ഞു കൊടുത്തു. ഒരു സോഫയാണ്, അതിൽ കിടക്കാം. ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടുന്ന ജിമ്മിക്ക്
അതുതന്നെ ധാരാളമായിരുന്നു. പിറ്റേ ദിവസം 10 മണി കഴിഞ്ഞപ്പോഴേക്കും ധാരാളം ആളുകൾ വന്നു. നല്ല തിരക്കായിരുന്നു. അച്ഛൻ വന്നത് ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടിയാണ്. അപ്പോൾ തന്നെ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തു. കൂട്ടക്കരച്ചിലുമെല്ലാമായി ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പള്ളിയിലെയും സെമിത്തേരിയിലെയും എല്ലാം ചടങ്ങുകൾ കഴിഞ്ഞ് ആളുകൾ പോയി തീർന്നപ്പോഴേക്കും സമയം 5 മണി കഴിഞ്ഞിരുന്നു. എല്ലാവരും പാപ്പച്ചൻ ചേട്ടൻ്റെ ഭൗതിക ശരീരത്തെ ശ്മശാനത്തിൽ ഏകനായി വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അന്ന് തന്നെ പുല്ലരിക്ക് പോകണമെന്ന് ജിമ്മിക്ക് താല്പര്യമുണ്ടായിരുന്നു എങ്കിലും അന്നമ്മ ചേട്ടത്തിയോട് അങ്ങനെ പറയാൻ ജിമ്മിയുടെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് അന്ന് രാത്രി കൂടി അവിടെ എങ്ങനെയെങ്കിലും തങ്ങാൻ തീരുമാനിച്ചു. രാത്രിയിലെ ഭക്ഷണവും ജൂലിയുടെ വീട്ടിൽ പോയി കഴിച്ചു. അന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് അമ്മയോടും സുലുവിനോടുമൊപ്പമായതുകൊണ്ട് ജൂലിയുമായി സംസാരിക്കാനോ അടുത്ത് കാണാനോ ഒന്നും ഉള്ള സാഹചര്യം ഉണ്ടായില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ സുലു അടുത്തു വന്ന് ചോദിച്ചു, ജൂലി ചേച്ചി വർത്തമാനം പറയാനും കുഴയാനും ഒന്നും വന്നില്ലേ പാപ്പ? അതെന്നാടി കാന്താരി നീ അങ്ങനെ ചോദിച്ചത്? ജിമ്മി പാപ്പൻ്റെ കാര്യം എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോൾ ഏതായാലും വർത്തമാനം പറയാതെ വിടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നില്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു കാണും. വെറുതെ എൻ്റെ കാര്യം ചോദിക്കുന്നതായിരിക്കും. അന്ന് വീട്ടിൽ വെച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതല്ലേ, അതുകൊണ്ട് വെറുതെ വിവരങ്ങൾ ചോദിക്കുന്നതായിരിക്കുമെന്നേ. നീ അതൊന്നും ഓർക്കണ്ട. അല്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റിയ സമയമല്ലല്ലോ. അത് ജൂലിക്കും അറിയാമല്ലോ. ചേച്ചിയുടെ ചോദ്യം അങ്ങനെ വെറുതെ ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ വലിയ കാര്യം മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെയാണ് ആ ചോദ്യവും പറച്ചിലുമൊക്കെ. എന്നാ വലിയ കാര്യം ആഗ്രഹിക്കാനാടി കൊച്ചേ, അതും എന്നെപ്പറ്റി? അതേ, അന്നൊരിക്കൽ ഞാൻ ചേച്ചിയുടെ യഥാർത്ഥ മനസ്സറിയാൻ ജിമ്മി പാപ്പനെ പറ്റി കുറേ കുറ്റമങ്ങ് പറഞ്ഞു. എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, എന്നാലും അങ്ങ് പറഞ്ഞു. ചേച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്നിട്ട് എന്നോട് പറയുമല്ലേ, നീ വെറുതെ ജിമ്മിച്ചനെ പറ്റി ഒന്നും പറയണ്ട എന്ന്. അത് എനിക്കിഷ്ടമല്ല എന്ന്. പാപ്പൻ പറഞ്ഞേ, അത് ചുമ്മാതെയാണോ? ജൂലിയുടെ മനസ്സിൽ ഇപ്പോഴും തന്നോടൊരു താല്പര്യം ഉണ്ട് എന്ന് ജിമ്മിക്ക് മനസ്സിലായെങ്കിലും അയാൾക്ക് അങ്ങനെ ഒന്നും അവളോട് അങ്ങോട്ട് തോന്നിയില്ല. അതുകൊണ്ട് കഴിവതും നെല്ലിമറ്റത്തിന് ഇനി പോകാതിരിക്കുന്നതാണ് അവളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് അയാൾ മനസ്സിൽ കണക്കുകൂട്ടി. പക്ഷേ അത് അയാൾക്ക് സാധിക്കുമോ? ജൂലി അങ്ങനെ ജിമ്മിയെ മറക്കുമോ? ജൂലി ജിമ്മിയെ സ്വന്തമാക്കാൻ എന്തായിരിക്കും ഇനി ചെയ്യുക? നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ 47-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ജൂലിയുടെ മനസ്സിലെ പ്രതീക്ഷകൾക്ക് ഭാവിയിൽ എന്തു സംഭവിക്കും? ജിമ്മിയുടെ തീരുമാനം അങ്ങനെ മാറുമോ? അടുത്ത ഭാഗത്തിൽ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി അമർത്തണേ. ഇതുവരെ ഒപ്പമുണ്ടായിരുന്നതിന് എല്ലാവർക്കും നന്ദി. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരാം കേട്ടോ, ഇതേ സമയം.